രണ്ടാം പിണറായി സർക്കാർ നാളെ 5ാം വർഷത്തിലേക്ക്. ദേശീയപാത വികസനവും വിഴിഞ്ഞം തുറമുഖവും അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി തുടർഭരണം ലക്ഷ്യം വെച്ചാണ് അവസാന ഒരു വർഷത്തെ പ്രവർത്തനം LDF ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ സർക്കാരിനെ പിടിച്ചുകുലുക്കിയ വിവാദങ്ങൾക്കും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരായ ആരോപണവും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും സർക്കാരിനെ പിടിച്ചുലച്ചിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ പുതിയ ഏടെഴുതി ചേർത്ത് 2021 മെയ് 20 സെൻട്രൽ സ്റ്റേഡിയത്തിൽ പിണറായി വിജയൻ തുടർച്ചയായി 2ാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും 4 വർഷത്തെ ഭരണം പൂർത്തിയാക്കുമ്പോൾ LDFന്റെ ലക്ഷ്യം ഒന്നുമാത്രം, 3ാം തവണയും അധികാരത്തിലേക്കെത്തുക. അതിന്റെ മുന്നൊരുക്കമായിരുന്നു കൊല്ലത്തു നടന്ന CPM സംസ്ഥാന സമ്മേളനവും മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസും അതിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷവും. ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നത് കൊടുത്തു തീർക്കുന്നതും ലൈഫ് മിഷനിലൂടെ ലക്ഷക്കണക്കിന് വീടുകൾ നൽകിയതും സാധാരണക്കാരന് മുന്നിലേക്ക് എത്തിക്കുകയാണ് പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന പിണറായിക്ക് മുന്നിൽ വിഴിഞ്ഞവും ദേശീയപാത വികസനവുമുണ്ട്. കേരളം വർഷങ്ങളോളം സ്വപ്നം കണ്ട ദേശീയപാത വികസനത്തിന് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ പിണറായി വിജയന്റെ ഇച്ഛാശക്തിയായി ഉയർത്തിക്കാട്ടുകയാണ് LDF. ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ സഞ്ചരിക്കുന്നവരുടെ മനസ്സിൽ വലിയ കുളിർമയാണ് അനുഭവപ്പെടുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ പൂർണ്ണതയിലെത്തി. ആ പൂർണ്ണതയിലെത്തിയ റോഡിലൂടെ ഇപ്പോൾ സഞ്ചരിക്കാൻ നല്ല വേഗതയിൽ ആ റോഡിലൂടെ പോകാൻ കഴിയുന്നു. 6 വരി പാത പൂർണ്ണമായിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷൻ കൂട്ടാൻ വേണ്ടിയുള്ള ആലോചന LDF നേതൃത്വത്തിൽ സജീവമാണ്. 5 വർഷം കൊണ്ട് ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് 200 രൂപ വരെയുള്ള വർധനവ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകുമെന്നാണ് സൂചന. അതും തിരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടും. PSC റാങ്ക് ഹോൾഡേഴ്സിന്റെയും ആശമാരുടെ സമരവും അടക്കമുള്ളവ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്നെങ്കിലും സർക്കാർ അതിനെ തിരിഞ്ഞു നോക്കിയില്ല. ഒരു ഇടതുപക്ഷ സർക്കാരിന് ചേർന്ന സമീപനമല്ലെന്ന വിമർശനം ഉയർന്നിട്ടും സർക്കാർ അതിന് ചെവിക്കൊണ്ടില്ല. കഴിഞ്ഞ 4 വർഷത്തിനിടെ വിവാദങ്ങൾക്കും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഭരണത്തിന്റെ ക്യാപ്റ്റനായ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു വിവാദങ്ങളെല്ലാം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി ആരോപണവും അതിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവുമെല്ലാം വ്യക്തിപരമായി പിണറായി വിജയനെ മാത്രമല്ല സർക്കാരിനെയും LDFനെയും ആകെ പ്രതിസന്ധിയിലാക്കി. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായി അറിയപ്പെട്ടിരുന്നവർക്കെതിരായ ആരോപണങ്ങളും നിരവധി ഉയർന്നു വന്നു കഴിഞ്ഞ 4 വർഷത്തിനിടെ. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവറും ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരായ CBI അന്വേഷണവുമെല്ലാം സർക്കാരിന്റെ ഭരണത്തിൽ കരിനിഴൽ വീഴ്ത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാലിടറിയെങ്കിലും ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ് LDF. തിരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന മാസങ്ങളാണ് രാഷ്ട്രീയമായി നിർണായകമെന്നാണ് LDF നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് കൊണ്ടും കൊടുത്തുമുള്ള മാസങ്ങളായിരിക്കും ഇനി കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.